ഇതുകൊണ്ടാണ് നമ്മളൊരു നെറ്റ്വർക്ക് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് നമ്മൾ യൂസേഴ്സിനെയും ഡിവൈസസിനെയും ഒക്കെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവരികയും ഇവരെല്ലാം നമുക്ക് സെൻട്രലൈസ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇവർക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം നമുക്ക് സെൻട്രലൈസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് റിക്വയർമെന്റ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നെറ്റ്വർക്ക് കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ഡിവൈസസിനെ നമുക്ക് അവിടെ കണക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതാകുമ്പം അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ വരുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കമ്പനികളിലൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് എംപ്ലോയീസിനെ യൂസേഴ്സിനെ ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വൈഫൈ ബ്രോഡ്ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വീട്ടിൽ സ്ഥിരം നിൽക്കുന്ന ഇപ്പം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു വലിയൊരു മൊബൈൽ ഡേറ്റയുടെ വലിയൊരു പ്ലാൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു മിനിമം പുറത്ത് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഡേറ്റ പ്ലാൻ എടുത്താൽ മതി. ബാക്കി ഞാൻ വീട്ടിലാണ് ഫുൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൻ്റെ അകത്ത് വൈഫൈ ഉണ്ട് അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഉണ്ട്. അതിൻ്റെ ആ ഒരു നല്ലൊരു സ്പീഡുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് കുറെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും.